റസൂലും കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് മുഅ്മിനീങ്ങൾക്ക് കടപ്പാടുള്ളത് അവരുടെ ഉമ്മമാരോടാണ്. അതുകൊണ്ടാണ് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ റബ്ബിനോടുള്ള കടപ്പാട് വിട്ടണം എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ പിന്നെ എടുത്തു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങളെ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കണം. അത് ബാപ്പക്ക് ചെലവിന് കൊടുക്കുന്ന മകനാണെങ്കിലും ബാപ്പാക്ക് ചെലവിന് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ്. കാരണം ബാപ്പാക്ക് പ്രായമായി, പഴയതുപോലെ ഇപ്പൊ ജോലിക്ക് പോകാൻ കഴിയൂല. അതുകൊണ്ട് മകനാണ് അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത്. പഴയ പോലെ ബാപ്പ അധ്വാനിക്കുന്നില്ല. മകനാണ് ഇപ്പം ബിസിനസ് എടുത്തത്, മകനാണ് ജോലി ചെയ്യുന്നത്, മകനാണ് ബിസിനസിന്റെ ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മകന് തോന്നാണ് ഞാനല്ലേ ഇപ്പൊ ബാപ്പക്ക് ചെലവിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ബാപ്പ ഞാൻ പറയുന്നത് പോലെ ആകണം, ഉമ്മ ഞാൻ പറയുന്നത് പോലെ ആകണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇല്ല, ഒന്നുകൂടി പറയാം. നിന്നെയും പഠിക്കാനയച്ച ഉസ്താദേ നിന്റെ ബാപ്പ, പഠിക്കാനയച്ച അതേ ഉമ്മ. നമ്മൾ എത്ര പഠിച്ചിട്ട് ആലിമായാലും പഠിക്കാനയച്ച ഉമ്മാനെക്കാളും ജോറാകൂന്ന് വിചാരിക്കരുത്. എത്ര പഠിച്ചിട്ട് ജോറുള്ള ആലിമായാലും ഞാൻ എന്റെ ബാപ്പനെക്കാളും ജോറാണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരിക്കലും ബാപ്പാനെ മറികടക്കുന്ന തരത്തിൽ ബാപ്പാനെ നിന്ദിച്ചിട്ട് ഉമ്മാനെ ചെറുതാക്കിയിട്ട് ഒരാലിമിനും വളരാൻ കഴിയൂല. ബാപ്പ ബാപ്പയാണ്, ഉമ്മ ഉമ്മയാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അവര് മകന് ബാപ്പനോടുണ്ടാകുന്ന സ്നേഹം എന്ന് പറയുന്നത് റഹ്മത്തിന്റെ സ്നേഹമല്ല, ബഹുമാനത്തിന്റെ സ്നേഹമാണ്.